ഈ പത്രങ്ങൾ വായിക്കുന്നവരോട് ഒരു പ്രത്യേക ശ്രദ്ധ. ഇന്നത്തെ മലയാള പത്രം നമ്മളെ കേരള കൗമുദി എടുത്ത് ഫ്രണ്ട് പേജ് നോക്കുമ്പോഴേ ആദ്യം നമ്മളങ്ങ് അന്തം വിട്ടു. കാര്യം ഇതൊന്നും മനസ്സിലായ പൂട്ടലിൻ്റെ വക്കിൽ KSRTC 40% സ്കൂളുകളും അടച്ചു പൂട്ടൽ ഭീഷണിയിൽ. ഇന്ന് മുതൽ ലോഡ് ഷെഡിങ്. നോക്കൂ, പെൻഷൻ മുടങ്ങിയിട്ട് 18. ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വാർത്തയായിട്ട് വേണം തോന്നുന്നത്. കാര്യം കേരളത്തിൽ ഇന്ന് ഇതല്ലല്ലോ നടക്കുന്നത്. പക്ഷെ ഇതെന്താ ഇങ്ങനെയെന്ന് നമ്മൾ ആലോചിക്കും. അപ്പോൾ ഇത് ഞാൻ ആദ്യം കുറച്ചു നേരം ഇങ്ങനെ വായിച്ചിട്ടാണ് എനിക്ക് എൻ്റെ ആ കൺഫ്യൂഷൻ പറയും. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സർക്കാരിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും, അല്ലാതെ പത്രം കൊടുക്കുന്നതായിരിക്കില്ല. അതായത് ഇതവർ പ്രത്യേകം പറയുന്നുണ്ട്, കണ്ടോ, 10 വർഷങ്ങൾക്ക് മുമ്പ് മലയാള പത്രങ്ങളിൽ നിറഞ്ഞിരുന്ന വാർത്തകൾ കൊണ്ട് രൂപപ്പെടുത്തിയ 1-ാം പേജാണിത്. ഇതിലെ വാർത്തകൾ വസ്തുതാപരവും രൂപകൽപ്പന പ്രതീകാത്മകവുമാണ് എന്നിവർ പറഞ്ഞുകൊണ്ടാണ് ഈ തുടങ്ങുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് തൊട്ടടുത്ത പേജ് ഇത് വായിച്ച് കഴിയുമ്പോൾ തൊട്ടടുത്ത പേജിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ആ ഹാപ്പി ന്യൂസുകളെല്ലാം കാണുന്നത്. ലാഭത്തിലേറിയ KSRTCയുടെ തിരിച്ചെഴുന്നള്ളത്ത്, 111 സ്കൂൾ കെട്ടിടങ്ങൾ പൂർത്തിയായി. കണ്ട, പാഠപുസ്തകങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ. ഇങ്ങനെ വിവിധ തരത്തിലുള്ള കേരളത്തിൻ്റെ വിപ്ലവ വെളിച്ചം, വിവിധ തരത്തിലുള്ള വാർത്തകൾ അവർ സെക്കൻഡ് പേജിൽ കൊടുത്തുകൊണ്ടാണ് ഒരു പ്രത്യേക ട്രെൻഡിങ് ആണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ ആ സെക്കൻഡ് പേജിൽ അവർ കൊടുത്തിട്ടുണ്ട് 1ഉം 2ഉം പിണറായി സർക്കാരുകൾ കേരളത്തെ തിരുത്തിക്കുറിച്ചതിൻ്റെ നേർചിത്രമാണ് ഈ പേജ്. ഇതിലെ വാർത്തകൾ വസ്തുതാപരവും രൂപകൽപ്പനകൾ പ്രതീകാത്മകവുമാണ്. കൊള്ളാം. എന്തായാലും കേരള കൗമുദിയുടെ ആ ഒരു വ്യത്യസ്തപരമായ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇത് വളരെ ഭംഗിയായിരുന്നു. ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ കൊടുത്തിരിക്കുന്ന 2 കാര്യങ്ങൾ വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ്. 15 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു കേരളമെന്ന് വളരെ വ്യക്തമായിട്ട് ഈ പത്രത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഈ പത്രത്തിൻ്റെ ഇന്നത്തെ പേജിലൂടെ മനസ്സിലാക്കാൻ പറ്റും. 15 വർഷങ്ങൾക്ക് ഇപ്പുറം എങ്ങനെയാണ് കേരളം മുന്നോട്ട് പോയതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒരുപക്ഷെ മറന്നു പോകുന്ന രാഷ്ട്രീയക്കാർക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. 15 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ മറന്നു പോകുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഈ കേരള കൗമുദിയിലെ വാർത്ത.